നിങ്ങൾ എപ്പോഴെങ്കിലും ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ തുടർച്ചയായി 11:11 അല്ലെങ്കിൽ 4:44 എന്ന് കണ്ടിട്ടുണ്ടോ? വഴിയരികിലൂടെ നടന്നു പോകുമ്പോൾ കാറുകളുടെ നമ്പർ പ്ലേറ്റിലോ ഫോൺ ബില്ലുകളിലോ കടകളുടെ ബോർഡുകളിലോ ഒരേ നമ്പറുകൾ, ഉദാഹരണത്തിന് 222, 777, 888 ഇതുപോലെ വീണ്ടും വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടോ? അതുമല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വലിയൊരു ആശയക്കുഴപ്പം നടക്കുമ്പോൾ അപ്രതീക്ഷിതമായി മുന്നിൽ വന്ന് വീഴുന്ന ഒരു വെളുത്ത തൂവൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക പാട്ടിൻ്റെ വരികൾ, വഴിയരികിൽ കിടന്നു കിട്ടുന്നൊരു നാണയം. ഇതൊക്കെ വെറും ഒരു യാദൃശ്ചികം മാത്രമാണെന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇത് പ്രപഞ്ചം അല്ലെങ്കിൽ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്ന സന്ദേശങ്ങളാണ്. പ്രപഞ്ചത്തിന് നമ്മോട് നേരിട്ട് സംസാരിക്കാൻ വാക്കുകളില്ല. പകരം അവർ തിരഞ്ഞെടുക്കുന്ന ഭാഷയാണ് സംഖ്യകളും ലക്ഷണങ്ങളും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ചിന്തയെയും ജീവിതത്തെയും ഭാവി തീരുമാനങ്ങളെയും മാറ്റിമറിക്കാൻ പോകുന്ന ഈ ദൈവിക സന്ദേശങ്ങളെ കുറിച്ചാണ്. ഈ സംഭാഷണത്തിൻ്റെ അവസാനം എത്തുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിൽ പ്രപഞ്ചം തന്നുകൊണ്ടിരിക്കുന്ന പല സൂചനകളുടെയും അർത്ഥം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും. ഒരു ചെറിയ ചോദ്യം: ഈ വീഡിയോ കണ്ടു തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് നിങ്ങളുടെ മനസ്സിൽ വന്ന അല്ലെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ട ഒരു നമ്പർ ഏതാണ്? അത് താഴെ കമന്റിലൊന്ന് കുറിക്കാമോ? നമുക്ക് നോക്കാലോ എത്ര പേർക്കാണ് ഒരേപോലെയുള്ള അനുഭവങ്ങൾ ഉള്ളതെന്ന്. എന്താണ് ഏഞ്ചൽ നമ്പേഴ്സ്? നമുക്ക് ആദ്യം ഇതിൻ്റെ അടിസ്ഥാനപരമായ തത്വം എന്താണെന്ന് മനസ്സിലാക്കാം. പ്രപഞ്ചത്തിലെ സകല വസ്തുക്കൾക്കും ഒരു എനർജി ഉണ്ട്, ഒപ്പം ഒരു വൈബ്രേഷനും. ഗണിതശാസ്ത്രത്തിലും ആത്മീയതയിലും സംഖ്യകൾക്ക് വലിയൊരു സ്ഥാനമുണ്ട്. നിങ്ങളൊരു പ്രത്യേക ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ഒരു വഴികാട്ടൽ ആവശ്യമായി വരുമ്പോൾ പ്രപഞ്ചം നിങ്ങളുടെ ശ്രദ്ധയെ ചില പ്രത്യേക സംഖ്യകളിലേക്ക് തിരിച്ചുവിടും. ഇതിനെയാണ് നമ്മൾ സീക്വൻഷ്യൽ നമ്പർ അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു മന്ത്രവാദമോ അന്ധവിശ്വാസമോ അല്ല. ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡും പ്രപഞ്ചത്തിൻ്റെ എനർജിയും തമ്മിൽ സ്ഥാപിക്കുന്ന ഒരു തരം ആത്മബന്ധമാണ്. ഇനി നമുക്ക് ഓരോ നമ്പറും എന്താണ് അർത്ഥമാക്കുന്നതെന്ന് വളരെ വ്യക്തമായി ഉദാഹരണ സഹിതം പഠിക്കാം. ഏഞ്ചൽ നമ്പർ 111 അല്ലെങ്കിൽ 1111. നിങ്ങൾ തുടർച്ചയായി 111 അല്ലെങ്കിൽ 1111 കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രപഞ്ചം നിങ്ങൾക്കായി ഒരു വലിയ വാതിൽ തുറന്നു തന്നിരിക്കുന്നു എന്നാണ്. ഇതിൻ്റെ അർത്ഥം മാനിഫെസ്റ്റേഷൻ പോർട്ടൽ അല്ലെങ്കിൽ പുതിയ തുടക്കം. നിങ്ങളുടെ ചിന്തകൾ വളരെ വേഗത്തിൽ യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ വിചാരിച്ചു നോക്കൂ, നിങ്ങൾ വളരെ നാളുകളായി ഒരു പുതിയ ജോലി തുടങ്ങുന്നതിനെ കുറിച്ചോ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിനെ കുറിച്ചോ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മനസ്സിന് ഒരുപാട് ഭയമുണ്ട്. ഇത് ശരിയാകുമോ അല്ലെങ്കിൽ പരാജയപ്പെടുമോ? ഈ ചിന്തകൾക്കിടയിൽ നിങ്ങൾ ഫോൺ എടുത്തു നോക്കുമ്പോൾ സമയം 11:11 എന്ന് കാണുന്നു. പ്രപഞ്ചം നിങ്ങളോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, പോസിറ്റീവായി ചിന്തിക്കൂ. നിങ്ങളുടെ ഉള്ളിലെ ആഗ്രഹം യാഥാർത്ഥ്യമാക്കാനുള്ള സമയമായി. നെഗറ്റീവ് ചിന്തകൾ മാറ്റിവെച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ആദ്യത്തെ ചുവട് വെക്കൂ. ഓർക്കുക, 111 കാണുന്ന നിമിഷത്തിൽ നിങ്ങൾ എന്താണോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് വലിയ ശക്തിയുണ്ട്. അതിനാൽ ആ സമയത്ത് നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. അടുത്തത് ഏഞ്ചൽ നമ്പർ 222. ഇത് സൂചിപ്പിക്കുന്നത് വിശ്വാസം വയ്ക്കുക എന്നതാണ്. കാര്യങ്ങൾ വിചാരിച്ചത്ര വേഗത്തിൽ നടക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന നമ്പറാണിത്. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ കഠിനമായി കഷ്ടപ്പെടുന്നുണ്ട്, ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് നന്നാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ കരിയറിന് വേണ്ടിയോ. പക്ഷേ ഫലമൊന്നും കാണുന്നില്ല. മനസ്സ് മടുത്തു നിൽക്കുന്ന ആ സമയത്താണ് നിങ്ങൾ വഴിയരികിൽ ഒരു വണ്ടിയുടെ നമ്പറിൽ 222 കാണുന്നത്. ഇതിൽ പ്രപഞ്ചം നൽകുന്ന സന്ദേശം: വിഷമിക്കേണ്ട, വിത്ത് പാകി കഴിഞ്ഞു. അത് മണ്ണിൽ നിന്ന് മുളച്ചു വരാൻ അല്പം സമയമെടുക്കും. പ്രപഞ്ചത്തിന്റെ ടൈമിങ്ങിൽ വിശ്വസിക്കൂ, എല്ലാം ശരിയായ ദിശയിലാണ് പോകുന്നത്. അടുത്തത് ഏഞ്ചൽ നമ്പർ 333. ഇതിന്റെ അർത്ഥം നിങ്ങൾ തനിമറ്റ അവസ്ഥയിലാണ്. നിങ്ങളുടെ കൂടെ ആത്മീയ ശക്തികളും നിങ്ങളുടെ ഗൈഡുകളും ഉണ്ടെന്നതിന്റെ തെളിവാണിത്. ജീവിതത്തിൽ വലിയൊരു തീരുമാനമെടുക്കാൻ പോകുന്ന സമയം. ഞാൻ ഈ വഴി തിരഞ്ഞെടുക്കണോ അതോ മറ്റേ വഴി തിരഞ്ഞെടുക്കണോ എന്ന ചിന്തയിൽ മനസ്സിൽ വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുമ്പോൾ നിങ്ങൾ 333 എന്ന് കാണുന്നു.
അപ്പോൾ പ്രപഞ്ചം നൽകുന്ന സന്ദേശം: നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കൂ, പൂർണ്ണ മനസ്സോടെ മുന്നോട്ട് പോകൂ, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. ഈ നമ്പർ കാണുമ്പോൾ പ്രപഞ്ചം സൂചിപ്പിക്കുന്നത് ഇതാണ്. അടുത്തത് ഏഞ്ചൽ നമ്പർ 444. ഇതിന്റെ അർത്ഥം പൂർണ്ണമായ സംരക്ഷണമാണ്. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് വലിയ ഭയമോ മാനസികമായ ഒറ്റപ്പെടലോ അല്ലെങ്കിൽ ആരോഗ്യകരമായ ആശങ്കയോ ഉള്ള ഒരു രാത്രി ജീവിതത്തിൽ എല്ലാവരും കൈവിട്ടതുപോലെ തോന്നുമ്പോൾ എവിടെയെങ്കിലും 444 എന്ന് കാണുന്നു. അപ്പോൾ അവിടെ പ്രപഞ്ചം നൽകുന്ന സന്ദേശം ഇതാണ്. പ്രപഞ്ചം നിങ്ങളെ കെട്ടിപ്പിടിച്ച് പറയുന്ന സന്ദേശമാണിത്: പേടിക്കേണ്ട, നീ സുരക്ഷിതനാണ്. ഈ കൊടുങ്കാറ്റ് കടന്നു പോകും. നിനക്ക് ചുറ്റും പ്രപഞ്ചത്തിന്റെ കവചമുണ്ട്. അടുത്തത് ഏഞ്ചൽ നമ്പർ 555. ഇതിന്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ്. നിലവിലുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ തളർന്നിരിക്കുകയാണ് എന്ന് വിചാരിക്കുക. പഴയ ശീലങ്ങൾ, പഴയ സൗഹൃദങ്ങൾ അല്ലെങ്കിൽ മടുപ്പുള്ള ജോലി. ഈ സമയത്ത് 555 കണ്ടാൽ അതിനർത്ഥം മാറ്റങ്ങളെ ഭയപ്പെടാതെ സ്വീകരിക്കുക എന്നതാണ്. ഇതിൽ പ്രപഞ്ചം സൂചിപ്പിക്കുന്നത് ഒരു പുതിയ അധ്യായം തുടങ്ങാൻ പോകുന്നു. പഴയതിനെ പിടിച്ചു വെക്കാതെ വിട്ടുകൊടുക്കുക എന്നതാണ്. അടുത്തത് ഏഞ്ചൽ നമ്പർ 666. പലരും ഭയത്തോടെ കാണുന്ന ഒരു നമ്പറാണിത്. എന്നാൽ ആത്മീയമായി ഇതിന് തികച്ചും വ്യത്യസ്തമായ ഒരു അർത്ഥമാണുള്ളത്. ഇതിന്റെ അർത്ഥം ചിന്തകളിൽ സമനില കണ്ടെത്തുക. നിങ്ങൾ ഭൗതികപരമായ കാര്യങ്ങളെക്കുറിച്ച്, അതായത് പണം, ജോലി, പേടി, അരക്ഷിതാവസ്ഥ ഇതിനെക്കുറിച്ച് അമിതമായി ആകുലപ്പെടുന്നുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന സന്ദേശം. പ്രപഞ്ചം പറയുന്നത് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കൂ, ചിന്തകളെ പോസിറ്റീവാക്കി മാറ്റൂ, ആത്മീയതയും ഭൗതിക ജീവിതവും തമ്മിൽ ഒരു ബാലൻസ് കൊണ്ടുവെക്കൂ എന്നാണ്. അടുത്തത് ഏഞ്ചൽ നമ്പർ 777. ഇതിന്റെ അർത്ഥം നിങ്ങൾ ശരിയായ പാതയിലാണ് എന്നതാണ്. ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കാതിരിക്കില്ല. പ്രപഞ്ചത്തിൽ നിന്ന് നിങ്ങൾക്കുള്ള സമ്മാനം ഉടൻ ലഭിക്കും. അടുത്തത് ഏഞ്ചൽ നമ്പർ 888. ഇതിന്റെ അർത്ഥം പണം, വിജയം, സമൃദ്ധി എന്നിവ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്താൻ പോകുന്നു എന്നതാണ്. ഒരു ഉദാഹരണം പറയാം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടം അവസാനിക്കാറായി എന്നതിന്റെ സൂചനയാണിത്. അടുത്തത് ഏഞ്ചൽ നമ്പർ 999. ഇതിന്റെ അർത്ഥം ജീവിതത്തിലെ ഒരു പഴയ അധ്യായം അവസാനിക്കുന്നു എന്നതാണ്. പ്രപഞ്ചം നൽകുന്ന സന്ദേശം: വേദനിപ്പിക്കുന്ന ബന്ധങ്ങളോ വിഷമകരമായ സാഹചര്യങ്ങളോ അവസാനിക്കാറായി. പുതിയൊരു പുലരി നിങ്ങളെ കാത്തിരിക്കുന്നു എന്നതാണ്. അടുത്തത് 000. ഇതിന്റെ അർത്ഥം 0 എന്നാൽ ശൂന്യത മാത്രമല്ല, അതിരുകളില്ലാത്ത പുതിയൊരു ആകാശമാണ്. പ്രപഞ്ചവുമായി നിങ്ങൾ പൂർണ്ണമായി ഒന്നായിരിക്കുന്നു എന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രത്യേക ശാന്തത തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ ഒരു ലൈക്ക് സമാനമായ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന മറ്റ് ഒട്ടനേകം ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ സഹായിക്കും. പ്രപഞ്ചം സംഖ്യകൾ കൊണ്ട് മാത്രമല്ല നമ്മളോട് സംസാരിക്കുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കാണുന്ന മറ്റ് ചില പ്രത്യേക ലക്ഷണങ്ങൾ കൂടി നമുക്ക് നോക്കാം. വൈറ്റ് ഫെദേഴ്സ് അപ്രതീക്ഷിതമായി നിങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ മേശപ്പുറത്ത് അല്ലെങ്കിൽ മുറിക്കുള്ളിൽ ഒരു വെളുത്ത തൂവൽ വന്നു വീഴുന്നു. ഇതിന്റെ അർത്ഥം നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസോ നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട് എന്നതിന്റെ അടയാളമാണിത്. നീ തനിച്ചല്ല, ഞങ്ങൾ കൂടെയുണ്ടെന്ന് അവർ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത്തെ സൈൻ ഫൈൻഡിങ് കോയിൻസ് ആണ്. നടന്നു പോകുമ്പോൾ അപ്രതീക്ഷിതമായി റോഡിലോ നിലത്തോ ഒരു നാണയം കാണുന്നു. ഇതിന്റെ അർത്ഥം പ്രപഞ്ചം നിങ്ങളെ വിലമതിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. നിങ്ങളുടെ മൂല്യം നിങ്ങൾ തിരിച്ചറിയണം. സാമ്പത്തികമായി ഒരു നല്ല കാലം വരുന്നു എന്നതിന്റെയും സൂചനയാണിത്. മൂന്നാമത്തെ കാര്യം ബട്ടർഫ്ലൈ. പ്രത്യേകിച്ച് കറുപ്പും ഓറഞ്ചും കലർന്ന ചിത്രശലഭങ്ങൾ അല്ലെങ്കിൽ അപൂർവമായ നിറമുള്ള പൂമ്പാറ്റകൾ നിങ്ങളുടെ ചുറ്റും ആവർത്തിച്ചു വരുന്നത്. ഇതിനർത്ഥം ഒരു വലിയ വ്യക്തിഗത മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു എന്നതാണ്. ഒരു ചിത്രശലഭമായി മാറുന്നത് പോലെ നിങ്ങളുടെ ദുരിതങ്ങൾ മാറി നിങ്ങൾ ചിറകടിച്ചുയരുമെന്നാണ് ഇത് പറയുന്നത്. നാലാമത്തെ കാര്യം ഗൂസ് ബംസ് ആൻഡ് ഇൻറ്റ്യൂഷൻ ആണ്. ചില സമയങ്ങളിൽ ഒരു പ്രത്യേക കാര്യം ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ശരീരത്തിൽ പെട്ടെന്ന് മൈലാഞ്ചി അണിയുന്നത് പോലെ രോമാഞ്ചം ഉണ്ടാകുന്നത് പോലെ അനുഭവപ്പെടാറുണ്ടോ? ഇതിനർത്ഥം അത് നിങ്ങളുടെ ആത്മാവ് സത്യത്തെ തിരിച്ചറിയുന്ന നിമിഷമാണത്. പ്രപഞ്ചം ആ നിമിഷത്തിൽ നിങ്ങളോട് സംസാരിക്കുകയാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ലക്ഷണം കണ്ടാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇതുപോലെ ഏഞ്ചൽ നമ്പേഴ്സോ ലക്ഷണങ്ങളോ കണ്ടാൽ ഞാൻ പറയുന്ന 4 കാര്യങ്ങൾ ചെയ്യുക. ആ നമ്പർ കാണുന്ന നിമിഷം നിങ്ങൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. ആ ചിന്തിച്ച കാര്യത്തിനുള്ള ഉത്തരമാണ് ആ നമ്പർ. രണ്ടാമത്തെ കാര്യം നന്ദി പറയുക.
മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പറയുക, എനിക്ക് ഈ വഴി കാണിച്ചു തന്നതിന് പ്രപഞ്ചത്തിന് നന്ദി. മൂന്നാമത്തെ കാര്യം, ഒരു ഡയറിയിൽ കുറിച്ചു വെക്കുക. നിങ്ങൾ കണ്ട സംഖ്യയും അന്നത്തെ തീയതിയും ഫോണിലോ ഡയറിയിലോ കുറിച്ചു വെക്കുക. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നോക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങളെ എങ്ങനെയാണ് നയിച്ചതെന്ന് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും. നാലാമത്തെ കാര്യം, ടേക്ക് അലൈനഡ് ആക്ഷൻ. സൂചനകൾ കാണുന്നത് കൊണ്ട് മാത്രം കാര്യമായില്ല. പ്രപഞ്ചം തരുന്ന ധൈര്യം ഉൾക്കൊണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുക. പലർക്കുമുള്ള ചില സംശയങ്ങൾ നമുക്ക് ദൂരീകരിക്കാം. ഞാൻ ബോധപൂർവം ക്ലോക്കിലേക്ക് നോക്കി 11:11 കാണാൻ ശ്രമിച്ചാൽ അത് ഏഞ്ചൽ നമ്പർ ആകുമോ? ഇതിന്റെ ആൻസർ ഇല്ല എന്നതാണ്. യാദൃശികമായി അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ട് പോകുമ്പോൾ മാത്രമാണ് അത് ദൈവിക സന്ദേശമാകുന്നത്. പിന്നെ ആളുകൾക്കുള്ള മറ്റൊരു സംശയമാണ്, പെട്ടെന്ന് എനിക്ക് ഈ നമ്പറുകൾ കാണുന്നത് നിന്ന് കഴിഞ്ഞാൽ എന്താണ് അതിനർത്ഥമെന്ന്. ഇതിനർത്ഥം നിങ്ങൾ ഇപ്പോൾ ശരിയായ പാതയിലാണ്. തൽക്കാലം നിങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശങ്ങളുടെ ആവശ്യമായി വരുന്നില്ല എന്നതാണ്. അതിൽ നിങ്ങളെ വിഷമിക്കേണ്ടതില്ല. ഓർക്കുക, ഈ പ്രപഞ്ചത്തിൽ ഒന്നും വെറുതെ സംഭവിക്കുന്നതല്ല. നിങ്ങൾ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നതും ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയതുപോലും ഒരുപക്ഷെ ഒരു ലക്ഷണമാകാം.